മഴതോരും മുൻപോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കമലയ്ക്ക് കൊടുത്ത മറുപടിയെല്ലാം കേട്ട് ബാലചന്ദ്രനും ബബിതയും കൃഷ്ണമോളും ഒപ്പം നിന്ന വൈജയും വല്ലാത്ത വിഷമത്തിൽ തന്നെയായിരുന്നു. അവരെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് അലീനയും മനുവും തമ്മിലുള്ള വിവാഹബന്ധം. എന്നാൽ എല്ലാവർക്കും ആ ബന്ധത്തിൽ തടസ്സം തോന്നിയിട്ടുള്ളത് കമലയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമായിരുന്നു. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മനുവിന് അലീനയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നറിഞ്ഞതോടെ കലിപൂണ്ട കമല അലീനയുടെ നേരെ തിരിഞ്ഞു. ബാലചന്ദ്രൻ്റെ വീട്ടിൽ കയറി വന്ന് പറയാൻ പാടില്ലാത്തതായിട്ടുള്ള പല വാക്കുകളും കമല പറയുകയും ചെയ്തു. ബാലചന്ദ്രനോട് മടുത്തുവെങ്കിൽ വല്ല പൊട്ടക്കിണറ്റിലും കൊണ്ടുപോയി താത്താനടക്കം കമല പറയുകയുണ്ടായി. ഇതെല്ലാം കേട്ടുനിന്ന അലീന കടുത്തൊരു തീരുമാനത്തോടു കൂടി തന്നെ കമലയോട് പറഞ്ഞു, ഒരിക്കലും ഒരു വിവാഹബന്ധത്തെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ലെന്നും അങ്ങനെ ഒരു വിവാഹബന്ധം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അതൊരിക്കലും നിങ്ങളുടെ മകനെ ആയിരിക്കില്ലെന്നും. അലീനയുടെ ആ വാക്കുകൾ കേട്ട് ബാലചന്ദ്രനും ബബിതയ്ക്കുമെല്ലാം വളരെ വിഷമമുണ്ടാക്കി. ഇത് കേട്ടതോടെ കമലയ്ക്ക് സമാധാനമുണ്ടായി. കമല തിരിച്ച് കടപ്പാട്ടൂരിലേക്കും പോയി. ഇതെല്ലാം കേട്ടു നിൽക്കുന്നവർക്ക് മാത്രമായിരുന്നു മനോവിഷമം. ബബിത ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ചേച്ചി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് മറു തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്കാർക്കുമില്ല. ഇത് എങ്ങനെയായി തീരും അച്ഛാ? ചേച്ചിയുടെ വാക്കുകൾ കേട്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സെന്താണെന്ന് കുറച്ച് നാളത്തെ അടുപ്പം വെച്ച് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. മനുവേട്ടനോടുള്ള ചേച്ചിയുടെ പെരുമാറ്റവും ചേച്ചി പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ചേച്ചിയുടെ മനസ്സെന്താണെന്ന് ചേച്ചിയെ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയും. ഇതിപ്പോൾ എന്താ അച്ഛാ ഇതിനൊരു പോംവഴി? ഞാൻ എന്ത് പറയാനാണ് മോളെ? അത് നീ പറഞ്ഞ പോലെ തന്നെയാണ്. അലീനയെ എതിർക്കാൻ നമ്മൾക്കാർക്കും കഴിയില്ല. അവളൊരു തീരുമാനമെടുത്താൽ അതെടുത്തത് തന്നെയാണ്. അവൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവൾ ഒരുപാട് ചിന്തിച്ചിട്ട് തന്നെ എടുക്കുകയുമുള്ളൂ. ഇതൊരു പക്ഷേ അവൾക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കമല കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയായിരുന്നല്ലോ കമലയുടെ മറുപടിയെല്ലാം. എന്തായാലും നിങ്ങളിപ്പോൾ ചേച്ചിയോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, അവളുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേട്ടിരുന്ന വൈജയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കൃഷ്ണമോള് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ കമലാൻറ്റി ഇവിടെ വന്ന് കിടന്ന് ഈ കാട്ടിക്കൂട്ടിയതൊക്കെ. ഇനിയിപ്പോൾ മനുവേട്ടൻ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുകൂടി അറിയുമ്പോൾ എന്തായിരിക്കും ആ പാവത്തിൻ്റെ അവസ്ഥ? അച്ഛനറിയാവുന്നതാണല്ലോ. ചേച്ചിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് മനുവേട്ടൻ. ആ മനുവേട്ടനെയാണ് ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നത്. കമലയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മനു ഒരിക്കലും കമലയെ വിലവയ്ക്കത്തുമില്ല. പിന്നെ അലീന പറഞ്ഞതാണ് അവനെ വേദനിപ്പിക്കാൻ പോകുന്നത് എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും അവരോട് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആരോടും സംസാരിക്കണ്ട. ഇത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയിപ്പോൾ മനു വിളിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ സമാധാനിപ്പിച്ചോളാം അവനെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് എത്തുകയാണ് കമല. കമല വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോൾ ലിവിങ് റൂമിൽ തന്നെ ഇരിക്കുന്ന ശിവേട്ടനോട് കമല ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് നടത്താൻ കഴിയാത്ത കാര്യം നടത്തിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. കമലയുടെ ആ വാക്കുകൾ ശിവന് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. കമല എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. കാരണം ഹരിയെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ കഴിയാത്തത് ശിവൻ്റെയൊക്കെ പിടിപ്പ് കേടുകൊണ്ടാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് കമല. ഇനി അങ്ങനെ വല്ല കാര്യമാണോ എന്ന് മാത്രമായിരുന്നു ശിവൻ്റെ മനസ്സിൽ. ഒരിക്കലും ഇതിനിടയിൽ മനു പറഞ്ഞ ആ വാക്കിന് പിന്നാലെ കമല പോവുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ മകനെ ജയിലിൽ നിന്നും ഇറക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ മനുവിൻ്റെ പ്രണയവും മനുവിൻ്റെ വിവാഹബന്ധം തകർക്കണമെന്നും പറഞ്ഞ് പിന്നാലെ പോകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്?
അല്ല, ഹരിയെ ഇറക്കാനുള്ള എന്തെങ്കിലും പോം വഴി നീയോ നിൻ്റെ സഹോദരന്മാരും കൂടി നടപ്പിലാക്കിയോ? അത് ആരെ കണ്ടിട്ടാണ് എന്നൊക്കെ ശിവൻ ചോദിക്കുന്നുണ്ട്. ശിവൻ്റെ ചോദ്യം കേട്ട് കമല പറയുന്നുണ്ട്, ആ ഇനി അതും കൂടി ഞാൻ തന്നെ നടന്ന് ശരിയാക്കാം. നിങ്ങളെ കൊണ്ട് നടക്കില്ലല്ലോ എൻ്റെ മകനെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട്. അതിനും ഞാൻ തന്നെ ഇറങ്ങണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വീണ്ടും ശിവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടി പിന്നെ ഈ കിടന്ന് പറയുന്നത്? നീ പോയിട്ട് എന്ത് നടത്തിക്കൊണ്ട് വന്നെന്നാണ് നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കമല പറയാണ്, ഓ മനസ്സിലായില്ല അല്ലേ? ഞാൻ പോയി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി അങ്ങോട്ട് എളുപ്പത്തിൽ അങ്ങോട്ട് നടത്തിക്കൊണ്ട് വന്നു എന്നായിരിക്കും വിചാരിച്ചത്. അപ്പോൾ കമല പറയാണ്, നിങ്ങളുടെ മകൻ ഒറ്റക്കാലിൽ തപസ്സല്ലായിരുന്നോ ആ വേലക്കാരിനെ തന്നെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞിട്ട്? ഇതൊക്കെ എപ്പോന്നോ? അല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെന്നാ ചിന്ത? നിങ്ങൾക്ക് ആരെങ്കിലെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സമ്പാദിച്ചാൽ മാത്രം പോരാ, മക്കളുണ്ടായാലേ മക്കളുടെ കാര്യങ്ങളും കൂടി നോക്കണം. ഓ അത് ശരി തന്നെയാടി, നീ നോക്കിയിട്ടാണല്ലോ ഇപ്പോൾ ഒരുത്തൻ അങ്ങ് ജയിലിൽ പോയി കിടക്കുന്നത്. ദേ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. നീ എന്താണെന്ന് വെച്ചാൽ വായ തുറന്ന് മര്യാദക്ക് പറയടി. കമലയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ശിവേട്ടൻ പറയാണ്. കമല പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അവൻ്റെ ആ തീരുമാനം ഞാൻ അങ്ങ് ഇല്ലാണ്ടാക്കിയെന്ന്. നീ എങ്ങനെ ഇല്ലാണ്ടാക്കിയെന്നാ ഈ പറഞ്ഞു വരുന്നത്? എങ്ങനെയാണെന്നോ? ഞാനേ അവളെ പോയി കണ്ടിരുന്നു, ബാലചന്ദ്രൻ്റെ വേലക്കാരിയെ. അയാൾ കൊണ്ട് നടന്ന് മതിയായപ്പോഴേ ഇപ്പോൾ ഒഴിവാക്കാനായിട്ട് ഒരാളെ കിട്ടിയിരിക്കണതാണ് എൻ്റെ മോനെ. അത് ഞാൻ അങ്ങ് നടത്തി കൊടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കുടുംബ പാരമ്പര്യം എന്താണെന്നൊക്കെ കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ മകനെ എൻ്റെ തറവാട്ട് മഹിമ വെച്ചൊരു ബന്ധത്തിൽ മാത്രമേ അവനെ ഞാൻ കൊണ്ടുപോയി ചേർക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വേലക്കാരിയൊന്നും എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനേ ഞാൻ സമ്മതിക്കുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട. നിർത്തടി നിൻ്റെ നാവ്. അവളൊരു നാവ്. ഞാൻ ആ നാവ് ഇങ്ങോട്ട് പിഴുത് വലിച്ചെറിഞ്ഞാലുണ്ടല്ലോ അവസാനിക്കും നിൻ്റെ ഈ സാമർത്ഥ്യം. എത്ര കിട്ടിയാലും പഠിക്കാത്തവൾ. നിന്നോട് ബാലചന്ദ്രൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടടി ആ വീട്ടിൽ കയറി ചെല്ലരുതെന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെ ബാലചന്ദ്രൻ്റെ അളിയൻ്റെ വിരുന്നുണ്ണാനൊന്നുമല്ല ഞാൻ പോയത്. എൻ്റെ മകനെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മോചിപ്പിക്കാനാ. ഇളയവൻ ജയിൽവാസമല്ലേ, മറ്റവനെ ജീവിതാവസാനം വരെ അഴുക്കുചാലി കിടക്കേണ്ട അവസ്ഥയിലാണ് അവൻ ചെന്ന് നിൽക്കുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് കമലേ ഈ സംസാരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും അറിയോ അലീനയെക്കുറിച്ചിട്ട്? എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ അവളെപ്പോലെ ഒരുത്തിയെക്കുറിച്ചിട്ട് എന്തറിയാനാണ്? അത് തന്നെയാണ് നിൻ്റെ കുഴപ്പം. നിനക്കറിയാനായി ഒരുപാട് കഥകളുണ്ട് അവളെക്കുറിച്ചിട്ട്. അത് മോശം കഥകളല്ല, നീ ഈ പറഞ്ഞുണ്ടാക്കുന്ന പോലെ വളരെ ശുദ്ധിയുള്ള കഥകൾ. നീ എന്നോട് ഒരിക്കൽ പറഞ്ഞില്ലേ, എൻ്റെ മകൻ അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരിയാണ് വന്നതെന്ന്? അതേടി, ഞാൻ മനസ്സുകൊണ്ട് അത് ആഗ്രഹിക്കുന്നു തന്നെയുണ്ട്. കാരണം അവളെപ്പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും എൻ്റെ മകന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ വല്ല പ്രാന്തായോ? ഇന്ന് ബാലചന്ദ്രൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ദൈവത്തിനെ സ്തുതിക്കുന്ന പോലെയാണ് ബാലചന്ദ്രനും ബാലചന്ദ്രൻ്റെ 2 പെൺമക്കളും അലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നത്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ചെക്കനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതിനോ, ആ കേസിൽ നിന്നും പിന്തിരിപ്പിച്ച് കൊണ്ടുപോകുന്നതിനോ? ഇതിനാണോ ഇവരൊക്കെ കൂടി ഇങ്ങനെ കിടന്ന് സ്തുതിക്കുന്നത്? ബാലചന്ദ്രൻ്റെ ആ 2 സന്താനങ്ങളിൽ മൂത്തവളുണ്ടല്ലോ, അവളെന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ. അവളുടെ ചേച്ചിയെ ഞാൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അവൾക്കൊക്കെ ഈ കമല ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. കമലയ്ക്ക് എന്തോ ഭ്രാന്ത് കയറിയതുപോലെ കമല ഇങ്ങനെ പറയുന്നത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, ഇനി ഒരക്ഷരം നീ മിണ്ടിയാ കമലേ, നിൻ്റെ മുഖം ഞാൻ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്ന കമല ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. അവളെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ പൊള്ളുന്നതെന്ന്? അതാടി പറഞ്ഞത്, പറഞ്ഞു തരാൻ മിണ്ടാതെ നിന്ന് കേൾക്കാൻ.
നീ അത് പറയിപ്പിക്കുന്നുണ്ടോ എന്നെക്കൊണ്ട്? നീയേ അവളുടെ വീട്ടിൽ കയറി ചെന്നിട്ടാ അവളോട് നീ ആരാണെന്നും നിനക്ക് എന്ത് അവകാശമെന്നൊക്കെ ഈ ചോദിച്ചത്. അതറിയോ നിനക്ക്? ഇല്ല, അതറിയില്ല. എൻ്റെ പൊന്ന് ശിവേട്ടാ, നിങ്ങൾക്കൊക്കെ പ്രാന്തായോ? അതായ ബാലചന്ദ്രൻ അവന് കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ്. അയാളുടെ കാമുകിയിലുണ്ടായ മകളാണ് അലീന എന്നൊക്കെ. അല്ലാതെ അയാളും ആ പെണ്ണും തമ്മിൽ ഒരു ബന്ധവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? എൻ്റെ പൊന്ന് കമലേ, നിന്നോട് ഞാനാണ് പറയുന്നത്, നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കാൻ. എൻ്റെ പൊന്ന് കമലേ, നീ പറയുന്നതിൽ ഒരു കാര്യം സത്യം തന്നെയാണ്. ബാലചന്ദ്രനും അലീനയും തമ്മിൽ രക്തബന്ധം ഒന്നും തന്നെയില്ല. പക്ഷേ ഈ പറയുന്ന അലീനയും ഞാനും തമ്മിലുണ്ട്. അലീനയും വൈജയും തമ്മിലുണ്ട്. അലീനയും ഈ മനുശങ്കർ എന്ന് പറയുന്ന നിൻ്റെ മകനും തമ്മിലുണ്ട്. അതൊക്കെ നിനക്കറിയാമോ? ശിവൻ്റെ വാക്കുകൾ കേട്ട് ഇവരൊക്കെ എന്താണ് ഈ പറയുന്നതെന്ന ഭാവത്തിൽ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കമല. കമലയോട് ശിവൻ പറയുകയാണ്, കമലെ, നിനക്കൊരു കാര്യം അറിയോ? ബാലചന്ദ്രൻ്റെ മുൻപിൽ നാണം കെട്ട് ജീവിക്കുകയാണിപ്പോൾ ഞങ്ങൾ. ബാലചന്ദ്രൻ്റെ മുമ്പിൽ ഞങ്ങളിപ്പോൾ ചതിച്ചവരാണ്. ബാലചന്ദ്രൻ ചതിക്കപ്പെട്ടവനും. അതിനൊക്കെ പുറമെയാണ് നീയൊക്കെ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഈ പ്രശ്നങ്ങൾ. അതൊക്കെ ഒരു വഴിക്ക് നടന്നു പോകുന്നതിനിടയിലാണ് മക്കളുടേതായിട്ടുള്ള ഒരേ പ്രശ്നങ്ങൾ. നീയിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ബാലചന്ദ്രനെ ആര് ചതിച്ചുവെന്നും ബാലചന്ദ്രൻ്റെ മുമ്പിൽ എന്തിന് ഞങ്ങൾ നാണം കെട്ട് നിൽക്കണമെന്നും. കേൾക്കണോ നിനക്ക്? ഇനിയെങ്കിലും നീ ഈ പറഞ്ഞ പിഴച്ചവളെ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ അലീനയെ, ഇനി മേലാൽ നീ പറഞ്ഞു പോവരുത്. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. കമലെ, അലീന ഞങ്ങളുടെ പെങ്ങളുടെ മകൾ തന്നെയാണ്. ഞങ്ങളുടെ വൈജയുടെ മകളാണ് അലീന. കമല അതിശയത്തോടു കൂടി, എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലും വളരെ സ്വരം താഴ്ത്തിക്കൊണ്ട് തന്നെ ശിവനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ തോൽപ്പിക്കാനാണോ ഈ ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കുന്നത്? കമലയുടെ മകളാണ് പോലും. കമലയ്ക്ക് മക്കൾ 4 അതും ഞാൻ വന്നതിന് ശേഷം തന്നെയല്ലേ കമല അവരെ 4 പ്രസവിച്ചത്. പിന്നെ ഞാനറിയാതെ എങ്ങനെയാണ് കമലയ്ക്ക് മറ്റൊരു കുഞ്ഞുണ്ടാവുന്നത്? എൻ്റെ വിവാഹത്തിന് ശേഷമാണ് നിങ്ങൾ ആഗ്രയിൽ നിന്നും വൈജയെ കൊണ്ടുവരുന്നതും ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹബന്ധം നോക്കുന്നതുമൊക്കെ. പിന്നെ നിങ്ങൾ എന്നെ പറ്റിക്കാനാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? കഷ്ടമുണ്ട് ശിവേട്ടാ. സ്വന്തം സഹോദരിയെക്കുറിച്ചാണ് പറയുന്നതെന്ന ബോധം കൂടി ഉണ്ടായിരിക്കണം. അത് തന്നെയാടി എനിക്കും നിന്നോട് പറയാനുള്ളത്. ഞങ്ങളുടെ സഹോദരിയെക്കുറിച്ച് ഞങ്ങൾ എന്തിനാണ് ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചാൽ മതി. അവളെ അലീന വൈജയുടെ മൂത്ത മകളാണ്. ബാലചന്ദ്രൻ അവളുമായിട്ട് ഒരു രക്തബന്ധവുമില്ല. എന്നാൽ വൈജയേക്കാളേറെ ബാലചന്ദ്രനും അലീനയും തമ്മിൽ ബന്ധമുണ്ട് താനും. നീ ഇപ്പോൾ പറഞ്ഞില്ലേ വൈജയെ ആഗ്രയിൽ നിന്നും കൊണ്ടുവന്നതിന് ശേഷമാണ് വിവാഹബന്ധം നോക്കിയതെന്നും വിവാഹം നടത്തിയതെന്നും ഒക്കെ. അത് സത്യം തന്നെയാണ്. അവൾക്ക് ആഗ്രയിൽ ഒരു സ്റ്റാൻലി എന്ന് പറയുന്ന പട്ടാളക്കാരനുമായിട്ടുണ്ടായ ബന്ധമാണ്. അവർ തമ്മിൽ വിവാഹം കഴിക്കാനൊക്കെ ഇരുന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ എത്തിച്ചേർന്നതും. വൈജ പോലും അവളുടെ വയറ്റിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്ന വിവരം അറിയുന്നത് വളരെ വൈകിയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ആ കുഞ്ഞ് വളർന്നിരുന്നു. പിന്നെ അവൾക്ക് വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. സ്റ്റാൻലി ആണെങ്കിൽ ആ സമയത്ത് അവളോട് പോലും പറയാതെ അവിടെ നിന്നും അയാളുടെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അവളെ ചതിച്ചിട്ട് പോയ ആളുടെ പിറകെ പോകാൻ ആർക്കും മനസ്സുമുണ്ടായില്ല. അലീന കുറച്ച് നാളുകളായിട്ട് അയാളുടെ വീട്ടിൽ തന്നെയായിരുന്നു. നീയൊക്കെ അറിഞ്ഞിരുന്നല്ലോ അലീനയെ കൊണ്ടുപോകാൻ അവളുടെ അച്ഛനോ ബന്ധക്കാരോ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നൊക്കെ. നീ അന്ന് ഇവിടെ കിടന്ന് എണ്ണി പറക്കി നടന്നിരുന്നല്ലോ. അത് അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ്. ഈ പറഞ്ഞ വൈജയെ ചതിച്ചിട്ട് പോയി എന്ന് വൈജ വിശ്വസിക്കുന്ന സ്റ്റാൻലി. കമലയുടെ തൊണ്ടയിൽ ആകെ പിരിമുറുക്കം സംഭവിച്ച പോലെയായി. കമലയ്ക്ക് തിരിച്ച് ഒന്നും ചോദിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല.
ഇനിയെങ്കിലും അലീനയെക്കുറിച്ചുള്ള കമലയുടെ തെറ്റുധാരണ മാറ്റിയെടുക്കണമെന്ന ചിന്തയോടുകൂടി തന്നെ ശിവൻ വീണ്ടും കഥകളെല്ലാം പറഞ്ഞു തുടങ്ങുകയാണ്. അവൾ നാട്ടിൽ വന്ന ഉടനെ അവിടെ വെച്ച് തന്നെ ഗംഗേട്ടൻ ഞങ്ങളെ വിളിച്ച് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു. അച്ഛനും രാമുണ്ണി അമ്മാവനും കൂടി അവളെ മറ്റൊരിടത്തേക്ക് മാറ്റാനും അവിടെ വെച്ച് പ്രസവം നടത്താനുമൊക്കെയുള്ള തീരുമാനങ്ങളെടുത്തു. നാട്ടിൽ ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, ഈ വീട്ടിലുണ്ടായിരുന്ന നീ പോലും ഇത് വല്ലതും അറിഞ്ഞിരുന്നോ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ശേഷമാണ് ബാലചന്ദ്രനും വൈജയും തമ്മിലുള്ള വിവാഹം ഞങ്ങൾ നടത്തിയത്. അതും വൈജയോട് അവൾ പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. അവളെക്കൊണ്ട് ആ കുഞ്ഞിനെ പ്രസവിപ്പിക്കാനും ആ കുഞ്ഞിനെ വളർത്താനുമുള്ള അനുമതിയൊക്കെ ഞങ്ങൾ നേരത്തെ കൂട്ടി അവൾക്ക് കൊടുത്തിരുന്നു. അതും ഒരു ചതി തന്നെയായിരുന്നു. അവളെ ചതിച്ചുകൊണ്ട് ആ പ്രസവം ഞങ്ങൾ നടത്തി. ഞങ്ങളെന്ന് തന്നെ പറയാൻ പറ്റില്ല. അച്ഛനും രാമുണ്ണി അമ്മാവൻ്റെയും തീരുമാനമായിരുന്നു എല്ലാതും. എന്തിന് പറയണം, ഗംഗേട്ടനോട് പോലും അച്ഛനൊരഭിപ്രായം ചോദിച്ചിരുന്നില്ല. അന്ന് ഗംഗേട്ടനൊന്നും പറയാനും കഴിഞ്ഞിരുന്നില്ല. ഗംഗേട്ടൻ കൊണ്ടുപോയി അവളെ ചീത്തയാക്കി തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ തന്നെയായിരുന്നു എല്ലാവരുടെയും ഭാഷ. കാരണം ഗംഗേട്ടൻ അവളെ നോക്കാൻ കഴിയില്ലെങ്കിൽ അവളെ അങ്ങനെ ഒരു നാട്ടിലേക്ക് നല്ല പഠനത്തിന് വേണ്ടി കൊണ്ടുപോയി എന്ന പേരിലായിരുന്നു എല്ലാവരും ഗംഗേട്ടനെ കുറ്റം പറഞ്ഞിരുന്നത്. പാവം ഗംഗേട്ടൻ അതിനും ഒരുപാട് പഴി കേട്ടിരുന്നു. അതുകൊണ്ടാണ് വൈജയുടെ എന്ത് കാരണം പറഞ്ഞു വിളിക്കുമ്പോഴും ഗംഗേട്ടൻ എന്തെല്ലാം തിരക്കുകൾ ഒഴിഞ്ഞു വെച്ചിട്ടും പറന്നെത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? കമലയ്ക്ക് ഒന്നും പറയാൻ കഴിയാതെ കേട്ട് നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. വീണ്ടും ശിവേട്ടൻ പറഞ്ഞു തുടങ്ങാണ്. അവിടെ നിന്നും ഇതുവരെ എത്തിച്ചെടുത്തത് നമ്മുടെ അച്ഛൻ തന്നെയാണ്. അവളോട് ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തമാവട്ടെ എന്ന് ഒരുപക്ഷെ അച്ഛൻ ചിന്തിച്ച് കാണും. അച്ഛൻ അതുവരെ മരണസമയം വരെയും അവളുടെ ചിലവിനായിട്ട് കുറച്ച് പണം ആ മമ്മിക്ക് അയച്ചു കൊടുക്കാറുണ്ടത്രേ. അവൾ പറയാറുള്ള അവളുടെ ആ ബ്രിജിത മമ്മിക്ക്. അങ്ങനെയുള്ളവരുടെ സഹായം കൊണ്ടൊക്കെ തന്നെയാണ് അത് നടത്തിക്കൊണ്ട് പോയിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ അവളുടെ ആ മമ്മിക്ക് ക്യാൻസർ പിടിക്കുകയും പിന്നെ അവർക്ക് ആ സ്ഥാപനം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാതെയുമായി. അങ്ങനെയാണ് ആ സ്ത്രീ ഇവിടെ വന്നത്. അത് നിനക്കും അറിയാമല്ലോ. ആ സ്ത്രീ പറഞ്ഞ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ആ സ്ത്രീ അവളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ടോ ആയിരിക്കാം അച്ഛനും മനുവും കൂടി അലീനയെ കാണാനായി അവിടേക്ക് പോയത്. അവർ കണ്ട് തിരിച്ചു വന്ന് 2 ദിവസത്തിനകം അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ മനുവിനോട് അവളെ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും മുത്തശ്ശിക്ക് തണലാവുന്നത് അവളായിരിക്കുമെന്നും പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി നിൻ്റെ മകനോട് അല്ല എൻ്റെ മകനോട് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു. അവൾക്ക് തണലായി എന്നും നീ കൂടെ ഉണ്ടാവണമെന്ന്. അതിനർത്ഥം മനുവിന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ സമയത്താണ് കമലയ്ക്ക് തിരിച്ച് ചോദിക്കാനുള്ള ശബ്ദം തിരിച്ചു കിട്ടിയത്. കമല ശിവനോട് ചോദിക്കുകയാണ്, അപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വൈജയുടെ ആ മകളെ കൂട്ടിക്കൊണ്ടു വന്നത്? ഏയ് അല്ല, അങ്ങനെ ഒരിക്കലും അല്ല. ബാലചന്ദ്രൻ പിന്നീടാണ് ആ കഥകളൊക്കെ അറിഞ്ഞത്. അത് വിശദമായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കയ്യബദ്ധം അവളോട് കാണിച്ചിരുന്നല്ലോ, അവളെ തട്ടിക്കൊണ്ടുപോയി നാട് കടത്താനുള്ള ഒരു ശ്രമം. അതോടുകൂടിയാണ് ബാലചന്ദ്രൻ ഞങ്ങളെ ഇതൊക്കെ അറിയിച്ചത്. അതിനു മുമ്പേ ബാലചന്ദ്രൻ അവളുടെ എന്തോ ഫോൺ സംഭാഷണത്തിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയിരുന്നു. പിന്നെയാണ് ബാലചന്ദ്രന് വൈജയോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറി തുടങ്ങിയത്. ഓ അങ്ങനെ വരട്ടെ. പെട്ടെന്ന് ഭാര്യസ്നേഹം വിട്ടെറിഞ്ഞ് ശത്രുപക്ഷത്തേക്ക് മാറിയത് എന്താണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ബാലചന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെ ഏതൊരു സ്ത്രീയും ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ ആയിരുന്നല്ലോ ബാലചന്ദ്രൻ വൈജയെ കൊണ്ട് നടന്നിരുന്നത്. വൈജ പറയുന്നിടത്തായിരുന്നു ബാലചന്ദ്രന് കാര്യങ്ങളൊക്കെ. പെട്ടെന്നൊരു ദിവസമല്ലേ അടിമോളും അറിഞ്ഞത്. അതോടെ ബാലചന്ദ്രന് അറ്റാക്കും വന്നു. അല്ലേ ശിവേട്ട? നിങ്ങളെ 3 സഹോദരങ്ങളെയും നിങ്ങളുടെ അച്ഛനെയും അമ്മാവനെയും ഒക്കെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. എത്ര വിദഗ്ധമായിട്ടാണ് നിങ്ങൾ ആ ബാലചന്ദ്രനെ പറ്റിച്ച്
നിങ്ങളുടെ സഹോദരിയെ അയാളുടെ തലയിൽ കെട്ടിവെച്ചത്? അയാളും മണ്ടൻ തന്നെ. അയാൾ ഒന്നും ചിന്തിച്ചില്ല. എങ്ങനെ ചിന്തിക്കാൻ? ആഗ്രയിൽ പഠിക്കാൻ പോയി വലിയ പഠിപ്പ് സമ്പാദിച്ച് വന്ന പെണ്ണല്ലേ. പിന്നെ എന്തോ കുട്ടിക്കാലം മുതലേ ഇവളുടെ വൈജയുടെ പിറകെ ആയിരുന്നു ബാലചന്ദ്രൻ എന്നും ബാലചന്ദ്രൻ ഒന്നുമില്ലാത്തവനാണെന്നുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ പലപ്പോഴായിട്ട് അയാളെ വാൺ ചെയ്ത് വിട്ടിട്ടുണ്ടെന്നൊക്കെയുള്ള കഥകൾ ഇവിടെ അമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൈജയെ വിവാഹം കഴിക്കണമെന്നുള്ള വാശിപ്പുറത്ത് തന്നെയാണ് ബാലചന്ദ്രൻ പോയി സമ്പാദിച്ച് തിരിച്ചു വന്നതെന്നും അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാവം ബാലചന്ദ്രൻ. ഇങ്ങനെ ഒരുത്തിക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ബാലചന്ദ്രൻ ഈ കണ്ട കഷ്ടപ്പാട് മുഴുവൻ കഴിച്ചു കൂട്ടിയതെന്ന് ആലോചിക്കുമ്പോൾ ബാലചന്ദ്രനോട് എനിക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട്. എങ്കിലും അലീനയെയും സമ്മതിച്ചു കൊടുക്കണം. അല്ല, അവള് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവിടേക്ക് വന്നത്? അതേലോ, അതല്ലേ പറഞ്ഞത്. അലീന, ആ രേവതി എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവളോട് ഫോണിലൂടെ സംസാരിക്കുന്നത് ബാലചന്ദ്രൻ എന്തോ റെക്കോർഡ് ചെയ്യുകയോ ബാലചന്ദ്രന് എന്തോ സംശയം തോന്നി ഫോൺ എന്തോ റെക്കോർഡിൽ ഓണാക്കിയിടുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. ബാലചന്ദ്രൻ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം തോന്നാനുണ്ടായ കാരണം എന്താ? അത് അങ്ങനെ കാരണം പറയാൻ അന്ന് അവനുണ്ടല്ലോ, രോഹിത്ത്, അലീനയ്ക്ക് നേരെ ഇത്ര വലിയ അതിക്രമം കാണിച്ചിട്ടും അലീന കേസ് കൊടുക്കുകയോ അത് കേസ് എന്തോ ആവുകയും ചെയ്തു എന്നാൽ അവന് നേരെ മൊഴി കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ബാലചന്ദ്രന് എന്തോ സംശയം തോന്നിയത്. അതുകൂടാതെ അന്ന് ഹോസ്പിറ്റലിൽ ഇവൾ കിടക്കുമ്പോൾ ആ രേവതി എന്ന് പറയുന്ന പെൺകുട്ടി ഇവളെ കാണാനായിട്ട് വന്നിരുന്നല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ പുറത്തു നിന്നും എന്തോ കേട്ടു എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. എന്നോട് ഇതിനെക്കുറിച്ച് മനുവാണ് പറഞ്ഞത്. അപ്പോൾ മനു എങ്ങനെയാണ് അറിഞ്ഞത്? മനുവിനോടും ബാലചന്ദ്രൻ തന്നെ പറയല്ലേ ഉണ്ടായത്. പറഞ്ഞല്ലോ ബാലചന്ദ്രനാണ് ആദ്യം അറിഞ്ഞതെന്ന്. ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞു. പിന്നെ ഈ തട്ടിക്കൊണ്ടുപോകലൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങൾ 3 പേരും ഇതറിയുന്നത്. പിന്നെ ഞങ്ങളുടെ നാവ് അതോടുകൂടി അടച്ചു വെക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾ ദ്രോഹിച്ചതിൽ നിന്നും ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയെ വീണ്ടും ഞങ്ങൾ തന്നെയാണ് ദ്രോഹിക്കുന്നതെന്ന ചിന്ത വന്നു. എന്നാലും ബാലചന്ദ്രനെ സമ്മതിക്കണം. നിങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പോഴും ഇതുപോലെ ഒരു വീട്ടിൽ കുടുംബമായിട്ട് കഴിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കാർക്കെങ്കിലുമാണ് ഇങ്ങനെ ഒരു മുൻ കാമുകനിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, ആ കുഞ്ഞിപ്പോഴും അതേ വീട്ടിൽ തന്നെ താമസിക്കുകയാണെന്നൊക്കെ അറിഞ്ഞാൽ, ദൈവമേ, ബാലചന്ദ്രൻ ഇത്രത്തോളം മനക്കട്ടിയുള്ള ഒരാളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴും ആ അലീനയെ ഇങ്ങനെ സ്നേഹിച്ച് കൊണ്ടു നടക്കാൻ. അല്ലെങ്കിൽ തന്നെ നീയൊന്ന് ചിന്തിച്ച് നോക്ക് കമലേ, ബാലചന്ദ്രന് അവസാന കാലത്തൊരു താങ്ങും തണലുമായത് അലീന തന്നെയല്ലേ. അലീന എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്നാണ് അവൻ്റെ ആ കുടുംബത്തെ കരകയറ്റി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിസ്സാരം പറഞ്ഞാൽ അവസാനത്തേതായിട്ടുള്ള ഈ രോഹിത്തിൻ്റെ പ്രശ്നം പോലും, അതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നോ? ഒരു കുഴപ്പമില്ലാണ്ട് അവൻ ആ കേസിൽ നിന്നും പോരുമെന്ന്. നിസ്സാര കേസെങ്ങാനും ആണോ? നിനക്ക് അറിയാവുന്നതല്ലേ നമ്മൾ ഹരിക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓടി നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളിടത്ത് നിന്നാണ് ബാലചന്ദ്രന് ഒരു കുറവും വരുത്താതെ അലീന ആ കേസിൽ നിന്ന് പോലും രോഹിത്തിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ബാലചന്ദ്രൻ അവളെപ്പോലെ ഒരു മകളെ തള്ളിക്കളയുക? കുടുംബത്തിൻ്റെ വിളക്ക് തന്നെയല്ലേ കമലേ അവള്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എപ്പോഴെങ്കിലും വെറുതെ ഇരുന്ന് ദുഷിച്ച മനസ്സുമായിട്ട് എപ്പോൾ നോക്കിയാലും ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യം കൂടി നീ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അല്ല, നിങ്ങളുടെ പെങ്ങൾക്ക് പറ്റിയ അബദ്ധവും അത് തിരുത്തി ബാലചന്ദ്രൻ അവളെ മകളായി സ്വീകരിച്ചതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. നിങ്ങൾ പറയുന്നത് അവളെ ഞാൻ മരുമകളായിട്ടും സ്വീകരിക്കണമെന്നാണോ? സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ കമലേ. അലീന ഇപ്പോൾ മനുവിൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ്. ഇനി നീയൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുമ്പോൾ നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നിനക്ക് ഉത്തരം കിട്ടും കമലേ. പിന്നെ നീയിപ്പോൾ ആ വീട്ടിൽ പോയി എന്തൊക്കെയാണ്
പറഞ്ഞൊപ്പിച്ച് വന്നതെന്നുകൂടി എന്നോടൊന്ന് പറയണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എനിക്ക് തീരുമാനമെടുക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളായിട്ട് ചെയ്തു വെച്ചതിൻ്റെ ദ്രോഹം തീർക്കാൻ മനുവായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവന് സപ്പോർട്ടായിട്ട് വേറെ ആരില്ലെങ്കിലും ഞാനുണ്ടാവും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിൻ്റെ മനസ്സിലേക്കും നിൻ്റെ ആ ബുദ്ധി ഉദിക്കാത്ത തലമണ്ടയിലേക്കും ഒന്നും കയറിയിട്ടില്ലെങ്കിൽ ബാക്കി എന്ത് വേണമെന്നും എനിക്കറിയാം കമലേ. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നത് വരേക്കും ശുഭരാത്രി.